തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഷിബുവിൻ്റെ ഹൃദയവുമായി എയർ ആംബുലൻസ് കൊച്ചി ഹയാത്ത് ഹെലിപ്പാഡിൽ എത്തി. തത്സമയ ദൃശ്യങ്ങൾ. ശസ്ത്രക്രിയയ്ക്ക് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോൾ സജ്ജമായിട്ടുണ്ട്. ഹെലിപ്പാഡിലേക്ക് എയർ ആംബുലൻസ് ഇറങ്ങുകയാണ്. തത്സമയ ദൃശ്യം. ഹലോ, ആരാ വായിക്കുന്നത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഷിബുവിന്റെ ഹൃദയവുമായി എയർ ആംബുലൻസ് കൊച്ചി ഫയർ ഹെലിപ്പാഡിൽ എത്തിയിരിക്കുകയാണ്. ശസ്ത്രക്രിയയ്ക്ക് എറണാകുളം ജനറൽ ആശുപത്രി എല്ലാ തയ്യാറെടുപ്പുകളും സജ്ജമായിട്ടുണ്ട്. നിഷാ ദിലീപ് ചേരുകയാണ് വിവരങ്ങളുമായി. നിഷ, അല്പസമയത്തിനകം തന്നെ ഇതാ ഹെലിപ്പാഡിലേക്ക് ഈ എയർ ആംബുലൻസ് ഹെലികോപ്റ്റർ ഇറങ്ങുകയാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് അല്പസമയത്തിനകം തന്നെ വാഹനം പുറപ്പെടും. എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും അവിടെയും ഒരുങ്ങിക്കഴിഞ്ഞു അല്ലേ? കെപി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കാത്തിരിക്കുകയായിരുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ എയർ ആംബുലൻസ് ഹെലിപ്പാഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഡോക്ടർമാർ ഷിബുവിൻ്റെ ഹൃദയവുമായി ഹെലികോപ്റ്ററിൽ നിന്നും പുറത്തേക്കിറങ്ങും. എല്ലാ സജ്ജീകരണങ്ങളും, അതായത് ആംബുലൻസ് അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ കാത്തു നിൽക്കുകയായിരുന്നു. അല്പസമയത്തിനകം തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഹയാത്ത് ഹെലിപ്പാഡിലേക്ക് എയർ ആംബുലൻസ് ഇറങ്ങിയിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി ഡോക്ടർമാർ കാത്തിരിക്കുകയായിരുന്നു. ആംബുലൻസ് ഹെലിപ്പാഡിനടുത്തേക്ക് പോവുകയാണ്. ഇവിടെ നിന്നും അല്പസമയത്തിനകം തന്നെ ഹൃദയവുമായി ഈ ആംബുലൻസ് ഇവിടെ നിന്നും ജനറൽ ആശുപത്രിയിലേക്ക് പുറപ്പെടും. ഇവിടെ നിന്നും, അതായത് ഈ ഹയാത്ത് ഹെലിപ്പാഡിൽ നിന്നും 3.9 കിലോമീറ്റർ ദൂരമാണ് ജനറൽ ആശുപത്രിയിലേക്കുള്ളത്. ഏതാണ്ട് 4 മിനിറ്റ് കൊണ്ട് ഈ ഒരു ദൂരം സഞ്ചരിച്ച് ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനായി പോലീസ് അടക്കം ഇവിടെ തയ്യാറാണ്. ഇനി ഇവിടെ നിന്നും പോകുന്നത്, ഇവിടെ നേരെ ഗോശ്രീ പാലം കയറി ഹൈക്കോർട്ട് ജംഗ്ഷൻ വഴി തിരിഞ്ഞ് ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഹൃദയവുമായി ഡോക്ടർമാരുടെ സംഘം ആംബുലൻസിനുള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ നിന്നും 4 മിനിറ്റ് ദൂരം മാത്രമാണ് ഈ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കുള്ളത്. റോഡടക്കം അതിന് തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. റോഡിൽ ഗതാഗതമടക്കം പോലീസ് വളരെ നേരത്തെ തന്നെ തടഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്നും ഇപ്പോൾ ഹൃദയം ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും നേരെ ഹൈക്കോർട്ട് ജംഗ്ഷനിലെത്തി ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസ് പുറപ്പെട്ട് കഴിഞ്ഞു. എന്തായാലും 4 മിനിറ്റ് സമയമാണ് ഇതിനായി എടുക്കുന്നതെന്നാണ് നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 4 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഹൃദയവുമായി ആംബുലൻസ് ജനറൽ ആശുപത്രിയിൽ ചെന്ന് ഉടൻ തന്നെ ശസ്ത്രക്രിയ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കെ.പി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്നും എയർ ആംബുലൻസ് ഹെലികോപ്റ്റർ കൊച്ചിയിലേക്ക് എത്തിയത്. ഇനി 4 മിനിറ്റിൻ്റെ ദൂരം മാത്രം. റോഡുകൾ അത്രത്തോളം ഗതാഗത സംവിധാനവുമായി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിൽ എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സംവിധാനങ്ങളും ഇതിനകം പൂർണ്ണമായും പൂർത്തിയായി കഴിഞ്ഞു അല്ലേ? കെ.പി. അങ്ങനെ തന്നെയാണ്. എല്ലാ സംവിധാനങ്ങളും എറണാകുളം ജനറൽ ആശുപത്രിയിൽ പൂർത്തിയായിട്ടുണ്ട്. ഈ നേപ്പാൾ സ്വദേശിയായ ദുർഗ കാമി എന്ന 22 വയസ്സുകാരിയാണ് ഷിബുവിൻ്റെ ഹൃദയം സ്വീകരിക്കാനായി തയ്യാറായുള്ളത്. ഈ ദുർഗയുടെ എല്ലാ പരിശോധനകളും പൂർത്തിയായിട്ടുള്ളതായാണ് ആശുപത്രി സൂപ്രണ്ട് അല്പസമയം മുമ്പ് പറഞ്ഞത്. എന്തായാലും എല്ലാ സംവിധാനങ്ങളും പൂർത്തിയാക്കി കാത്തിരിക്കുകയായിരുന്നു. രാജ്യത്ത് ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ നടക്കുന്ന ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണ് ഈ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടക്കുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി കാത്തിരിക്കുകയായിരുന്നു. അല്പസമയം മുമ്പ് ഹൃദയവുമായ എയർ ആംബുലൻസ് ഇവിടെ പറന്നിറങ്ങി. ഇനി 4 മിനിറ്റിൻ്റെ ഒരു സമയം മാത്രമാണ് ജനറൽ ആശുപത്രിയിലേക്ക് എത്താൻ. റോഡടക്കം അതിന് സജ്ജമാക്കി എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ ഹൃദയവുമായി ഇവിടെ നിന്നും പുറപ്പെട്ട ആംബുലൻസ് ജനറൽ ആശുപത്രിയിൽ ചെല്ലും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ചിറക്കടവ് സ്വദേശി ഷിബുവിൻ്റെ ഹൃദയം സ്വീകരിക്കുന്നത് നേപ്പാൾ സ്വദേശിയായ 22-കാരി ദുർഗ കാമിയാണ്. എന്തായാലും എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ശസ്ത്രക്രിയയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളുമായി ജനറൽ ആശുപത്രിയും അവിടുത്തെ സംവിധാനങ്ങളും ഡോക്ടർമാരും എല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. കെ.പി. യെസ്, നിഷ തുടങ്ങിയപ്പോൾ ജനറൽ ആശുപത്രിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ കൂടി ചേരുകയാണ്. നിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി കേവലം 4 മിനിറ്റിൻ്റെ ദൂരം മാത്രം.
4 മിനിറ്റ് കഴിഞ്ഞാൽ അവിടത്തേക്ക് എത്തിച്ചേരും. ഉടനടി ശസ്ത്രക്രിയയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ടല്ലേ? ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഒരു ചരിത്രപരമായ ശസ്ത്രക്രിയയ്ക്കുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഒരു വിദഗ്ധ സംഘം ഡോക്ടർമാർ ഉള്ളത്. ചരിത്രത്തിലാദ്യമായി ഒരു ജില്ലാതല ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു എന്ന ചരിത്ര മുഹൂർത്തത്തിന് തന്നെയാണ് ഇവിടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരു ജീവൻ കൂടി കഴിഞ്ഞ ഒരു വർഷത്തോളമായി ദുർഗ ചികിത്സയിലായിരുന്നു നേപ്പാൾ സ്വദേശി. ഹൃദയം മാറ്റിവെക്കൽ മാത്രമാണ് പോംവഴി എന്ന് പറഞ്ഞ ഘട്ടത്തിൽ പോലും പലവിധ തടസ്സങ്ങൾ അതിന് ഉണ്ടായിരുന്നു. ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ അതിജീവിച്ച് ഇപ്പോൾ ഒരു ജില്ലാതല ആശുപത്രിയായ എറണാകുളം ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഷിബുവിന്റെ വൃക്കയും കരളും ഹൃദയവും നേത്രപടലങ്ങളും ചർമ്മവും എല്ലാം തന്നെ ഇത്തരത്തിൽ ദാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ ഈ ഹൃദയം കൊണ്ടുവന്ന ഉടൻ തന്നെ 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ശസ്ത്രക്രിയ നടപടികൾ ആരംഭിക്കേണ്ടതുണ്ട്. അതിന് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പൂർണ്ണമായും തന്നെ സജ്ജമായി. ഡോക്ടർമാരായ ജോർജ് വാളൂരാൻ, ജിയോ പോൾ, രാഹുൽ, പോൾ തോമസ്, ബിജോ ജോർജ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ ഹയാത്തിലെ ഹെലിപ്പാഡിൽ ഈ ഒരു വിമാനമിറങ്ങി അവിടെ നിന്ന് ആംബുലൻസ് സജ്ജമാക്കിയ വഴികളിലൂടെ ജനറൽ ആശുപത്രിയിലേക്ക് വരുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് എത്തുന്നത്. പൈലറ്റായി എത്തിയ പോലീസ് വാഹനം ആദ്യമെത്തി, പിന്നാലെ ആംബുലൻസിൽ ഹൃദയം എത്തിക്കഴിഞ്ഞു. ആ ഒരു കാത്തിരിപ്പിന്റെ നിമിഷം നമ്മൾ ഈ കാണുന്നത് ആ കാത്തിരിപ്പിന്റെ നിമിഷം തന്നെയാണ്. ആ കാത്തിരിപ്പിന്റെ നിമിഷം ഇതാ അവിടെ യാഥാർത്ഥ്യമായി എന്ന് പറയാം. ആ ഹൃദയവുമായി അകത്തേക്ക് ഓടുന്ന ജീവനക്കാരെ നമുക്ക് ജീവൻ എങ്ങനെയും രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഒരു സമൂഹം ഒന്നാകെ അതിനുവേണ്ടി ശ്രമിച്ചതിന്റെ ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി ദുർഗയിൽ ഷിബുവിന്റെ ഹൃദയം ഇടിക്കും. ആ ഒരു വിജയകരമാണ് എന്ന ആ ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് ഏതാനും മിനിറ്റുകൾ ആയിരിക്കും കാത്തിരിക്കേണ്ടി വരിക. ശസ്ത്രക്രിയയുടെ കാര്യങ്ങളെല്ലാം തന്നെ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാം തന്നെ വളരെ വിജയകരമാണ് എന്നത് തന്നെ അത് വലിയൊരു ശുഭ പ്രതീക്ഷയാണ്. ശസ്ത്രക്രിയ മാത്രമാണ് ദുർഗയെ സംബന്ധിച്ചിടത്തോളം